ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മറ്റൊരു ഭരണാധികാരിയായ ഹജ്ജാജ് ഇബ്നു യൂസുഫിനെ പരലോകത്ത് വെച്ച് കണ്ടപ്പോൾ ഉണ്ടായ സംഭവമാണ് എന്ന് നമുക്ക് വിവരിക്കാനുള്ളത്. അബൂ ഹാസിം റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുകയാണ്. അന്നഹു ഖാല, അദ്ദേഹം പറയുന്നു, ഷാഹത്തു ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, അഞ്ചാം ഖലീഫ എന്ന പേരിൽ അറിയപ്പെട്ട ഭരണാധികാരിയാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്ന് പറയുന്ന ആള്. അദ്ദേഹം നല്ല ഒരു സ്വാലിഹായ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തെ ഞാൻ കണ്ടു. മഹാനവരവരുടെ കാലക്കാരനാണ് അബൂ ഹാസിം. വഖദ് റഖദ റഖദതൻ അലാ ഇസ്രി വജദഹു, അദ്ദേഹം പല കാര്യങ്ങളിൽ ഏർപ്പെട്ട് വളരെ ദുഃഖിതനായതിന് ശേഷം അദ്ദേഹം ഉറങ്ങുകയാണ്. ആ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസിനെ ഞാൻ കണ്ടത്. ഫബക്കാ സുമ്മ ളഹിക, ഉറക്കത്തിൽ അദ്ദേഹം കരയുകയും ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഫലമ്മ ഇൻതബഹ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഉണർന്നപ്പോൾ ഖാല അബൂ ഹാസിം ചോദിച്ചു, യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ, മാദല്ലദി അറാക ഫീ മനാമിക്, എന്താ നിങ്ങളുടെ ഉറക്കത്തിലുണ്ടായത്? ഹത്താ ളഹിക്ത ബഅദൽ ബുകാ, ആദ്യം നിങ്ങൾ കരയുകയും പിന്നെ നിങ്ങൾ ചിരിക്കുകയും ചെയ്തല്ലോ. നിങ്ങളുടെ ഉറക്കിൻ്റെ അവസ്ഥയിൽ ഞങ്ങൾക്ക് അങ്ങനെ കാണാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞു. എന്താണ് അതിന് കാരണം? ഖാല, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ചോദിച്ചു, അറഅയ്ത ദാലിക്, അങ്ങനെ നിങ്ങൾ കണ്ടോ? ഖുൽതു നഅം, ഞാൻ കണ്ടു. വജമീഉ മൻ ഹൗലക, നിങ്ങളുടെ ചുറ്റുഭാഗത്ത് ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകളും കണ്ടു. നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് ആദ്യം കരയുകയും പിന്നെ ചിരിക്കുകയും ചെയ്ത ഒരു സമയം കണ്ടു, ഒരു സന്ദർഭത്തിൽ കണ്ടു. ആദ്യം കരയുകയും പിന്നെ ചിരിക്കുകയും ചെയ്തു. ഖാല, അപ്പോൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്ന ഭരണാധികാരി പറഞ്ഞു, റഅയ്തു കഅന്നൽ ഖിയാമത ഖദ് ഖാമത്, ഞാൻ ഉറങ്ങുമ്പോൾ ഒരു സ്വപ്നം കണ്ടു, ഖിയാമത്ത് നാൾ വന്ന സ്വപ്നം. എന്നിട്ട് എന്താ ഉണ്ടായത്? വഖദ് ഹുശിറന്നാസു 120 സഫാ, ഖിയാമത്ത് നാളായപ്പോൾ എല്ലാ ആളുകളെയും ഇങ്ങനെ അണിനിരത്തിയിരിക്കുകയാണ്. സഫ് സഫായിട്ട് അണിനിരത്തിയിരിക്കുക. അതിൽ 120 സഫുകളുണ്ട്. ഉമ്മത്ത് മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻഹും 80 സഫ, അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്ത് മാത്രം 80 സഫുണ്ട്. 2/3 ഭാഗവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്താണ്. വഇദാ മുനാദി യുനാദി, അപ്പോൾ ഒരാളിങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്, അനൗൺസ്മെന്റ് ചെയ്യുന്നുണ്ട് മഹ്ശറയിൽ. സ്വപ്നം കാണും കേട്ടോ. അയ്ന അബ്ദുല്ലാഹിബ്നു അബീ ഖുഹാഫ, അബ്ദുല്ലാഹിബ്നു അബൂ ഖുഹാഫ എവിടെയാണ് എന്ന് വിളിക്കും. അപ്പോൾ ഫഅജാബ, അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഉത്തരം നൽകും. ഫഅഖദതുഹുൽ മലായികത്തു, അപ്പോൾ ആള് ഉത്തരം നൽകിയാൽ മലക്കുകൾ പിടിച്ചുകൊണ്ടുവരും. എന്നിട്ട് ഫൗഖഫൂഹു അമാമ റബ്ബിഹി അസ്സ വജല്ല, അല്ലാഹുവിന്റെ മുമ്പിൽ പിടിച്ചു നിർത്തും. ഫഹൂസിബ ഹിസാബൻ യസീറാ, എന്നിട്ട് അദ്ദേഹത്തെ വളരെ നേരിയ രൂപത്തിൽ ഹിസാബ് ചെയ്യും. സുമ്മ നജാ വഉമിറ ബിഹി വബിസ്വാഹിബൈഹി ഇലൽ ജന്നah, പിന്നെ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ 2 കൂട്ടുകാരായ ആളുകളെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ആദ്യം കൊണ്ടുവന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ്. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും.
അപ്പൊ മൂന്നാളുകളായല്ലോ. സുമ്മനൂദിയ ബി അലി ഇബ്നു അബീ ത്വാലിബ്, പിന്നെ അബൂ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുവരും. എവിടെയാണ് അലി ഇബ്നു അബീ ത്വാലിബ് എന്ന് വിളിക്കും. അപ്പോൾ ഫജീഅ ബിഹി, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുവരും. ഫഹുസിബ ഹിസാബൻ യസീറാ, ഒരു നേരിയ ചെറിയ രൂപത്തിൽ അലി ഇബ്നു അബീ ത്വാലിബിനെ ഹിസാബ് ചെയ്യും. കാരണം അവർക്കൊക്കെ നന്മ മാത്രമാണ് കൂടുതലുള്ളത്, തിന്മ ഇല്ലല്ലോ. അതുകൊണ്ട് പെട്ടെന്ന് ഹിസാബ് കഴിയും. സുമ്മ ഉമിറ ബിഹി ഇലൽ ജന്ന, അലിയാരെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ കൽപ്പിക്കപ്പെടും. ഖാല ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് സംഭവം വിവരിക്കുകയാണ്. ഫലമ്മാ ഖറബൽ അംറു മിന്നി, പിന്നെ എൻ്റെ ഊഴമെത്തിയപ്പോൾ, അഞ്ചാമത്തെ ഖലീഫയാണല്ലോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. അപ്പൊ എൻ്റെ സമയമെത്തിയപ്പോൾ നൂദിയ, അനൗൺസ്മെന്റ് മുഴങ്ങുന്നു. അയിന ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എവിടെയാണ്? ഖാല, മഹാനവറുകൾ പറയുന്നു, ഫതസബ്ബബ്തു അർഖൻ, അപ്പോഴേക്ക് ഞാനാകെ വിയർത്തൊലിക്കാൻ തുടങ്ങി. എൻ്റെ ഊഴമുത്തി എന്ന് കേൾക്കുമ്പോഴേക്ക് ഞാൻ വിയർത്തൊലിക്കാൻ തുടങ്ങി. സുമ്മ അഖദത്നി അൽ മലായിക, മലക്കുകൾ എന്നെ പിടിച്ചു കൊണ്ടുപോയിട്ട് ഫഔഖഫൂനി അമാമൽ ഹഖ് സുബ്ഹാനഹു വതആല, അല്ലാഹുവിൻ്റെ മുമ്പിൽ ഹിസാബിന് വേണ്ടി നിർത്തുകയാണ്. സ്വപ്നം കാണുന്ന കഥയാണ് പറയുന്നത്. ഫസഅലനി, അല്ലാഹു എന്നോട് ചോദിക്കാൻ തുടങ്ങി. അനിന്നഖീരി വൽ ഖിത്മീർ, വളരെ നിസ്സാരമെന്ന് നമ്മൾ കാണുന്ന കാര്യങ്ങൾ പോലും നാളെ ആഖിറത്തിൽ വെച്ച് എന്നോട് ഹിസാബ് ചെയ്യുന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് സ്വപ്നം കാണുകയാണ്. എൻ്റെ ഊഴം അല്ലാഹു തആല എന്നോട് ചോദിക്കുന്നത്, വഅൻ കുല്ലി ഖളിയത്തിൻ ഖളൈതുഹാ, ഞാൻ എന്തെല്ലാം വിധികൾ പ്രഖ്യാപിച്ചിട്ടുണ്ടോ ആ വിധികളെ കുറിച്ചെല്ലാം അല്ലാഹു ചോദിക്കുന്നു. ഭരണാധികാരിയല്ലേ, എന്തെല്ലാം കാര്യങ്ങളുണ്ടാവും, അതിനെക്കുറിച്ചെല്ലാം എന്നോട് ചോദിക്കാൻ തുടങ്ങി. ഞാനതിനെല്ലാം ഉത്തരവും പറഞ്ഞു. തുമ്മ ഗുഫിറ ലീ, പിന്നെ എനിക്കെൻ്റെ പാപങ്ങളെല്ലാം പുറത്തു തന്നു. അങ്ങനെ ഫഉമിറ ബിഹി ദാത്തൽ യമീൻ, വലതുഭാഗത്തേക്ക് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ എന്നെ കൊണ്ട് കൽപ്പിക്കപ്പെട്ടു. മലക്കുകളോട് പറയാണ്, ഇദ്ദേഹത്തെ പിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോയി. അങ്ങനെ ഞാൻ സ്വർഗത്തിലേക്ക് ഇങ്ങനെ നടന്നു പോകാൻ. ഫമറർത്തു, ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ ബിജീഫത്തിൻ മുൽഖാത്തിൻ, ഒരു ശവമുണ്ട് അവിടെ കിടക്കുന്നു, ഒരു മനുഷ്യന്റെ ശവം. അദ്ദേഹം ഇങ്ങനെ മലർന്ന് കിടക്കുന്നുണ്ട്. ഒരു ശവമായി കിടക്കുന്ന ഒരു മനുഷ്യനെ കണ്ടു. ഫഖുൽതു ലിൽ മലായികത്തി, അപ്പോൾ ഞാൻ മലക്കുകളോട് ചോദിച്ചു, മാ ഹാദിഹിൽ ജീഫാ, ഇതാരുടെ ശവമാണെന്ന് ചോദിച്ചു, ഇതാരുടെ ബോഡിയാണെന്ന് ചോദിച്ചു. ഫഖാലു, അപ്പോൾ മലക്കുകൾ പറഞ്ഞു, സൽഹു, അയാളോടൊന്ന് ചോദിക്കും, യുജിബുക, ആ ശവം നിങ്ങൾക്ക് ഉത്തരം നൽകും, മരിച്ചു കിടക്കുന്ന ആൾ ഉത്തരം നൽകും എന്ന് പറഞ്ഞു. ഫതഖദ്ദംതു ഇലൈഹി, അപ്പോൾ ഞാൻ ഒരൽപ്പം അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് വന്നു. ഫസഅൽതുഹു വവഖസ്തുഹു ബിരിജ്ലി, എൻ്റെ കാലുകൊണ്ട് ഇങ്ങനെ തട്ടിയിട്ട്, നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു. ഫറഫഅ റഅസഹു, അപ്പോൾ തലപൊക്കി. ഫഫതഹ ഐനഹു, കണ്ണ് തുറന്നു. അപ്പോൾ കാണുന്നതാരാ? ഫഖുൽതു, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, മൻ അൻത, അല, ആരാണ് നിങ്ങൾ? ഫഖാല, അപ്പൊ കിടക്കുന്ന ആള് എന്നോട് ചോദിച്ചു, മൻ അൻത, ചോദിക്കുന്ന നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചു. ഫഖുൽതു, അപ്പൊ ഞാൻ പറഞ്ഞു, അന ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, ഞാനാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്ന് പറഞ്ഞ ആള്. ഫഖാല ലി, അപ്പൊ കിടക്കുന്ന ആൾ എന്നോട് ചോദിച്ചു, മാ ഫഅലല്ലാഹു ബിക, എന്തൊക്കെയാണ് നിങ്ങളെ കൊണ്ട് അല്ലാഹു തആല ചെയ്തത്, എങ്ങനെ ഉണ്ടായി ഹിസാബ് എന്ന് ചോദിച്ചു. ഫഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയാണ്, തഫല്ലല അലയ്യ വറഹിമനി വഫഅല ബി കമാ ഫഅല ബിമൻ സലഫ മിനൽ ഇമ്മാ, മുൻഗാമികളായ ഭരണാധികാരികളില്ലേ,
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അവരൊക്കെ അള്ളാഹു അനുഗ്രഹിച്ചിട്ട് രക്ഷപ്പെട്ടു പോയി. അതുപോലെ അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് ഞാനും രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. ഫഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നാൽ നിങ്ങൾ പോയി എന്ന് പറഞ്ഞു. ഫഖുൽതു ലഹു, അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, മന്നൻ അല്ല, നിങ്ങൾ ആരാണെന്ന് മനസ്സിലായില്ലല്ലോ. ഫഖാല, അപ്പോൾ കിടക്കുന്ന ആൾ പറഞ്ഞു, അനൽ ഹജ്ജാജ് ഇബ്നു യൂസുഫ്, ഞാനാണ് ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന് പറയുന്ന ഭരണാധികാരി. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ശേഷം വന്ന ഒരു ഭരണാധികാരിയാണ് ഹജ്ജാജ് ഇബ്നു യൂസുഫ്. വലിയ ഭരണാധികാരിയായിരുന്നു. ഒരുപാട് ആളുകളെ അതിക്രൂരമായി മർദ്ദിക്കുകയും കൊല ചെയ്യുകയും ചെയ്ത ഒരു ഭരണാധികാരിയാണ്. പേരിന് മുസ്ലിം ഭരണാധികാരിയാണ്. അദ്ദേഹത്തിൻ്റെ അക്രമം കൊണ്ട് ഒരുപാട് പണ്ഡിതന്മാർ കൊല്ലപ്പെടുകയും അന്നത്തെ ജൂതന്മാരും ക്രിസ്ത്യാനികളുമായ ആളുകൾ ഇസ്ലാമിന് കപ്പം തന്ന് ടാക്സ് അടച്ച് നികുതി അടച്ചുകൊണ്ട് ജീവിക്കുന്നത് ബുദ്ധിമുട്ടായപ്പോൾ ഞങ്ങൾ മുസ്ലിങ്ങളാകാം എന്ന് പറഞ്ഞ് കൂട്ടത്തോടെ വന്നപ്പോൾ ഇനി ഇസ്ലാമിലേക്ക് ആവശ്യമില്ല, അപ്പോൾ ഞങ്ങൾ കുറേ മെമ്പർമാരുണ്ട്, അതൊക്കെ തന്നെ മതി എന്ന് പറഞ്ഞ് ഇസ്ലാമിനെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്ത അതിക്രൂരനായ ഭരണാധികാരിയാണ്. അപ്പോൾ ആ ഭരണാധികാരി പറയുന്നു, അനൽ ഹജ്ജാജ് ഇബ്നു യൂസുഫ്, ഞാനാണ് ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന് പറയുന്ന ആള്. ഖദിംതു അലല്ലാഹി അസ്സ വജല്ല, ഞാൻ അള്ളാഹുവിൻ്റെ അരികിലേക്ക് ഇസാമിന് വേണ്ടി ചെന്നപ്പോൾ ഫവജത്തുഹു ശദീദൽ ഇഖാബി വൽ ഗളബി, അതിക്രൂരനും അതുപോലെ ക്രോധനുമായി അള്ളാഹുവിനെ എനിക്ക് കാണാൻ കഴിഞ്ഞു. എന്തൊന്നില്ലാത്ത ദേശത്തിലാണ് പുറത്തു നിൽക്കുന്നത്. ഖതലനീ ബികുല്ലി ഖതീലിൻ ഖതൽതുഹു ഖത്ലതൻ, ഞാൻ ആരൊക്കെ കൊന്നിട്ടുണ്ടോ ആ കൊലപാതകം നടത്തിയ ആളുകളുടെ കൊലപാതകത്തിനനുസരിച്ച് എല്ലാം ഞാൻ കൊല അനുഭവിക്കേണ്ടി വന്നു. വഖതലനീ ബിസഈദ് ഇബ്നു ജുബൈർ 70 ഖത്ലാ, താബിഈ പണ്ഡിതനായ സഈദ് ഇബ്നു ജുബൈർ എന്ന് പറയുന്ന ആളെ വളരെ നിഷ്ഠൂരമായി മർദ്ദിച്ച ഭരണാധികാരിയാണ് ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന് പറയുന്നത്. അത് വലിയ ഒരു സംഭവമാണ്. ഒഴിവുപോലെ ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ സഈദ് ഇബ്നു ജുബൈർ എന്ന് പറയുന്ന ആളെ ഞാൻ കൊന്നതിൻ്റെ പേരിൽ 70 കൊല ഞാൻ അനുഭവിക്കേണ്ടി വന്നു. وقتلني بسعيد بن جبير 70 قتلا, സഈദ് ഇബ്നു ജുബൈറിനെ കൊന്ന കാരണത്താൽ അദ്ദേഹത്തിന്റെ പേരിൽ മാത്രം 70 കൊലയുടെ ശിക്ഷ ഞാൻ അനുഭവിക്കേണ്ടി വന്നു. വഹാ അന ബൈന യദൈ റബ്ബി, ഞാനിപ്പോൾ റബ്ബിന്റെ മുമ്പിൽ നിൽക്കുന്നു. അൻതദിറു മാ യൻതദിറുൽ മുവഹിദൂന മിൻ റബ്ബിഹിം, അതാ മുവഹിദീങ്ങളായ ആളുകൾ അല്ലാഹുവിൽ നിന്ന് പ്രതീക്ഷിച്ചു നിൽക്കുന്നത് ഞാനും ഇവിടെ പ്രതീക്ഷിച്ചു നിൽക്കുകയാണ്. ഇമ്മാ ഇലൽ ജന്ന, ഒന്നിരിക്കൽ സ്വർഗത്തിലേക്ക് പോവും. വ ഇമ്മാ ഇലൻ നാർ, അല്ലെങ്കിൽ നരകത്തിലേക്ക് പോകുമെന്ന് ആ ഹജ്ജാജ് ഇബ്നു യൂസുഫ് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനോട് മറുപടി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ ചിരിച്ചത്, എന്തിനാണ് നിങ്ങൾ കരഞ്ഞത് എന്നല്ലേ? അപ്പൊ അതിന് മറുപടി പറയാണ്, ചിരിക്കാൻ കാരണം വളരെ നിസാരമായ ഹിസാബ് കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ ചിരിച്ചു. ഉറക്കത്തിൽ നിങ്ങൾ എൻ്റെ കണ്ട ചിരി അതായി. പിന്നെ കരഞ്ഞത് എന്താണെന്നല്ലേ, ഈ ഹജ്ജാജ് ഇബ്നു യൂസുഫ് നടത്തിയിട്ടുള്ള അക്രമവും അദ്ദേഹം ഇപ്പോൾ അനുഭവിക്കുന്ന ആ ശിക്ഷയും വേദനയും ഞാൻ അറിഞ്ഞപ്പോൾ കരഞ്ഞുപോയി എന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആ ഉറക്കത്തിൻ്റെ വിശദീകരണം നൽകുകയായിരുന്നു. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഏറ്റവും വലിയ തെറ്റാണ് ശിർക്ക് എന്ന് പറയുന്നത്. ആ ശിർക്കിന് ശേഷം പിന്നെ ഒരു മനുഷ്യൻ ചെയ്യാൻ പാടില്ലാത്ത വൻ വീഴ്ചയാണ്, ഗുരുതരമായ തെറ്റാണ് കൊലപാതകം എന്ന് പറയുന്നത്. മാത്രമല്ല, ഒരു മനുഷ്യൻ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും
നാളെ ആഖിറത്തിൽ ചോദ്യം ചെയ്യപ്പെടും. ഭരണാധികാരികളായ സിദ്ദീഖുൽ അക്ബർ, അതുപോലെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള വലിയ വലിയ ഖുലഫാഉർ റാഷിദീങ്ങൾ പോലും ഹിസാബിന് ഇരയാകുമെങ്കിലും അവരെല്ലാം പെട്ടെന്ന് സ്വർഗത്തിലേക്ക് നീങ്ങുകയും മുഴുവൻ ആളുകളുടെയും ജീവിതത്തിലുള്ള മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുമെന്നാണ് ഈ സംഭവത്തിലൂടെ നമുക്ക് പഠിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ഹിസാബ് അല്ലാഹു എളുപ്പമാക്കി തരുമാറാവട്ടെ. നമ്മുടെ ഈമാൻ അല്ലാഹു സലാമത്താക്കുമാറാവട്ടെ. നാളെ ആഖിറത്തിൽ പരാജയപ്പെടുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ എന്ന് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അർഹമുർ റഹീമായ റബ്ബേ, ഈ മഹത്തായ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് സാധുക്കളായ ഞങ്ങളുടെ സർവ്വ പാപങ്ങളും നീ പൊറുക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങളുടെ അർവാഹുകളിലേക്ക് മഹത്തായ മജ്ലിസിന്റെ സവാബിനെ നീ ഹദിയയായി നൽകണേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم.